ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസ് 5ാം സെമിസ്റ്റർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ എലക്റ്റീവ് സബ്ജക്റ്റ് ആണ്. ഇതിനെ സംബന്ധിച്ചുള്ള മോഡ്യൂൾ 2-ൻ്റെ 2ാമത്തെ പ്രസൻറ്റേഷനാണ് ഇത്. പാർട്ട് 2 ഓഫ് മോഡ്യൂൾ 2. ഈ വിഷയത്തെ അധികരിച്ച് ഞാൻ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയും ഡിപ്ലോമ സിലബസിനെ ആസ്പദം ആക്കിയുമാണ് ഈ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ മോഡ്യൂൾ 2-ലെ പാർട്ട് 2 ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മോഡ്യൂൾ 2-ൻ്റെ ടൈറ്റിലെ ഡിഫക്ട്സ് ഇൻ ബിൽഡിംഗ് എന്നാണ്. ഈ പ്രസൻറ്റേഷനിലെ കണ്ടൻറ്റ് കോസസ് ഓഫ് ഡിഫക്ട്സ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഇൻ മേസൺറി, പ്ലാസ്റ്ററിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ്, പെയിൻറ്റിംഗ് എന്നതാണ്. മേസൺറി, പ്ലാസ്റ്ററിംഗ്, ഡോർസ് ആൻഡ് വിൻഡോസ്, പെയിൻറ്റിംഗ് എന്നീ ജോലികളിലെ ഡിഫക്ട്സും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫക്ട്സ് ഇൻ മേസൺറി. മേസൺറിയിൽ വരുന്ന പൊതുവിലുള്ള ഡിഫക്ട്സ് ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ ക്രാക്സ്. ഒരു സ്ട്രക്ചറൽ ക്രാക്ക്, നോൺ സ്ട്രക്ചറൽ ക്രാക്ക് എന്നാൽ എന്താണെന്ന് കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനി ഫെയിലിയർ ഡ്യൂ ടു എ സ്ട്രക്ചറൽ കോസ് ഈസ് എ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ആൻഡ് എനി ക്രാക്ക് ഡ്യൂ ടു എ നോൺ സ്ട്രക്ചറൽ കോസ് ഈസ് എ നോൺ സ്ട്രക്ചറൽ ക്രാക്ക്. അതിൻ്റെ വിശദ വിവരങ്ങൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു ഫൗണ്ടേഷൻ ഫെയിലിയർ. ഫൗണ്ടേഷനാണ് മേസൺറിയെ താങ്ങി നിർത്തുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷനിൽ ഒരു ഫെയിലിയർ വന്നാൽ ദാറ്റ് വിൽ ഓൾസോ ലീഡ് ടു സം കൈൻഡ് ഓഫ് ഫെയിലിയർ ഇൻ മേസൺറി, മോസ്റ്റ്ലി ക്രാക്സ്. മൂന്നാമത്തെ ഒരു കോസ് അൺഈക്വൽ സെറ്റിൽമെൻ്റ് ആണ്. സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി ഒരു പക്ഷേ ഓരോ ഭാഗത്തും വ്യത്യസ്തമായിരിക്കാം. അതുപോലെ സ്ട്രക്ചറിലുള്ള ലോഡിങ്ങിലെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. ഇതനുസരിച്ച് ഫൗണ്ടേഷന് അൺഈക്വലായിട്ട് സെറ്റിൽമെൻറ്റ് സംഭവിക്കുകയും തന്മൂലം ക്രാക്ക് സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. ഫൗണ്ടേഷനിലുണ്ടാകുന്ന ക്രാക്ക് അതിൻ്റെ മുകളിലുള്ള മേസൺറിയിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ക്രാക്കാണ്, അല്ലെങ്കിൽ തെർമൽ സ്ട്രെസ്സസ് ആണ്. ഷ്രിങ്കേജ് ക്രാക്ക് രണ്ട് രീതിയിലുണ്ടാവാം. മെറ്റീരിയലിൻ്റെ ഷ്രിങ്കേജ് കാരണം കൊണ്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ സോയിലിൻ്റെ ഷ്രിങ്കേജ് കാരണം കൊണ്ടും ക്രാക്ക് ഉണ്ടാവാം. ഷ്രിങ്കേജും സ്വെല്ലിങ്ങും വരുമ്പോഴാണ് വോളിയം ചേഞ്ച് വരുന്നത്, സോയിലിന് വോളിയം ചേഞ്ച് വരുന്നത്. മറ്റൊന്ന് തെർമൽ സ്ട്രെസ്സസ് ആണ്. പ്രത്യേകിച്ച് കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലുള്ള ചുമരുകൾ സൂര്യൻ്റെ നേരിട്ടുള്ള താപമേൽക്കുന്നത് മൂലം തെർമൽ സ്ട്രെസ്സസിന് വിധേയമാവുകയും തൽഫലമായി മേസൺറിയിൽ ക്രാക്ക് വീഴുകയും ചെയ്യുന്നു. ഇത് പ്രധാനമായും കോൺക്രീറ്റ് ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന മേസൺറിയിലാണ് തെർമൽ സ്ട്രെസ് കൊണ്ടുള്ള ക്രാക്ക് ഉണ്ടാകുന്നത്. ബ്രിക്ക് കൊണ്ടുള്ള മേസൺറിയിലും തെർമൽ സ്ട്രെസ് കൊണ്ടുള്ള ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ റബിൾ മേസൺറിയിലെ തെർമൽ സ്ട്രെസ് കൊണ്ടുള്ള ഒരു ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യത താരതമ്യേന വിരളമാണ്. ഏറ്റവും കൂടുതലായിട്ട് തെർമൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ക്രാക്ക് ഉണ്ടാകുന്നത് കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് കൊണ്ട് മേസൺറി നിർമ്മിക്കുമ്പോഴാണ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ആണ്. ഇതും കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്താണ്. സമീപത്തുണ്ടാകുന്ന ഷോക്കും വൈബ്രേഷൻ കാരണം കൊണ്ട് മേസൺറിയിലെ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ബ്ലാസ്റ്റിംഗ് കാരണം ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ഉണ്ടാവാം. മെഷീൻസിൻ്റെ വർക്കിംഗ് കാരണം കൊണ്ട് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഹെവി ട്രാഫിക് ഉണ്ടാകുന്നത് മൂലം ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ഉണ്ടാവാം. പ്രത്യേകിച്ച് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളിലെല്ലാം ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് കാരണം കൊണ്ടുള്ള ക്രാക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് ഉണ്ടാവാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് സീസ്മിക് ഇഫക്റ്റ് ആണ്. അടുത്തത് ഔട്ട് ഓഫ് പ്ലംബ് കൺസ്ട്രക്ഷൻ. നിർമ്മിക്കുമ്പോൾ തന്നെ മേസൺറി ഔട്ട് ഓഫ് പ്ലംബ് ആണെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ കാര്യമായിട്ട് ബാധിക്കുകയും അത് അതിൻ്റെ ഫെയിലിയറിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് എനി മേസൺറി സ്ട്രക്ചർ വെൻ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇറ്റ് ഷുഡ് ബി ട്രൂലി ടു ദ പ്ലംബ്. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ബോണ്ടാണ്. അൺഈക്വൽ സെറ്റിൽമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ മറ്റെന്തെങ്കിലും ഡിഫക്റ്റ് കാരണം കൊണ്ടുണ്ടാകുന്ന സെറ്റിൽമെൻറ്റ് ക്രാക്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുമാണ് ബോണ്ട് അനുസരിച്ച് നിർമ്മിക്കുന്നത്. ബോണ്ട് അനുസരിച്ച് നിർമ്മിക്കുമ്പോൾ വെർട്ടിക്കൽ ജോയിൻറ്റ് കണ്ടിന്യൂസ് അല്ലാതെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യത താരതമ്യേന വളരെ കൂടുതലാണ്. മറ്റൊരു റീസൺ അൺഈക്വൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അൺഈക്വൽ എക്സ്പാൻഷൻസ്. ഇത് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ലോഡിംഗ് കണ്ടീഷൻസിന് വേരിയേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായും സെറ്റിൽമെൻറ്റ് പാർഷ്യലി ഡിഫറൻഷ്യലായിരിക്കും. അതുപോലെ എക്സ്പാൻഷൻസ്, അൺഈക്വൽ എക്സ്പാൻഷൻസ്, അത് ഷേപ്പ് മൂലമാവാം, അതല്ലെങ്കിൽ മേസൺറി സ്ട്രക്ചറിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതൽ ആയതുകൊണ്ടാകാം. അതുകൊണ്ട് വളരെ ലെങ്തി ആയിട്ട് നിർമ്മിക്കുന്ന മേസൺറി സ്ട്രക്ചേഴ്സിലെ എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഡ്യൂ ടു ലാറ്ററൽ ഫോഴ്സസ് ആൻഡ് ടെൻസൈൽ സ്ട്രെസ്സസ്. മേസൺറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യൂർലി കംപ്രസീവ് മെമ്പർ. മേസൺറി സ്ട്രക്ചറിന് ഒരിക്കലും ടെൻഷൻ എടുക്കാൻ സാധിക്കില്ല.
അതുപോലെ ലാറ്ററൽ ഫോഴ്സസ് എടുക്കാനും മേസൺറി സ്ട്രക്ചറിന് കാര്യമായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരു വാളിനകത്ത്, വെർട്ടിക്കലായിട്ടുള്ളൊരു വാളിനകത്ത് ടെൻഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ ലാറ്ററൽ ഫോഴ്സ് വരികയും ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് റൂംസിൻ്റെ വാൾസിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ടാണ് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്ലാബും മേസൺറിയും കൂടി മോണോലിത്തിക് ആവുകയും സ്ലാബ് ഹൊറിസോണ്ടലായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വാളിൽ ക്രാക്ക് വരികയും ചെയ്യും. ഇത് ഒഴിവാക്കാനായിട്ട് സാധാരണ വാളിൻ്റെ ടോപ്പ് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഒരു സെപ്പറേറ്റിംഗ് ലെയർ അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ക്രാഫ്റ്റ് പേപ്പറോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഡിസ്റ്റിങ് ലെയർ ആക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽ അവിടെ പ്ലേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ സ്ലാബ് കാസ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് എഫ്ലോറസൻസ് ആണ്. എഫ്ലോറസൻസ് എന്ന് പറയുന്നത് തേർഡ് സെമിസ്റ്റർ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ വെനെവർ ദർ ഇസ് സം ക്ലോറൈഡ് കണ്ടൻറ്റ് ഇൻ ദി ബ്രിക്ക് or in concrete blocks, there will be precipitation of chlorides on the surface when the wet brick or the block dries. ഒരു ബ്രിക്ക് നനഞ്ഞ അവസ്ഥയിൽ അതിനകത്തുള്ള ക്ലോറൈഡ് ഈ അബ്സോർബ് ചെയ്ത വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുകയും ബ്രിക്ക് ഡ്രൈ ആകുമ്പോൾ ആ ക്ലോറൈഡ്സ് എല്ലാം സർഫസിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. വൈറ്റ് പാച്ചസ് ആയിട്ട് ബ്രിക്കിൻ്റെ സർഫസിലെല്ലാം എക്സിബിറ്റ് ചെയ്യും. ഇതിനാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. എഫ്ലോറസൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബ്രിക്കാണ്. അതുപോലെ ഡാമേജസിൻ്റെ പ്ലാസ്റ്ററിങ് ആൻഡ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മേസൺറിയിലെ ഡിഫക്ട്സിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. മേസൺറിയിലെ മുൻവിവരിച്ച പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ് ഫോർ ദ ഡിഫക്ട്സ് ഇൻ മേസൺറി. ഫസ്റ്റ് വൺ, സ്ട്രക്ചറൽ ഡിഫക്ട്സ് ആർ അഡ്രസ്ഡ് വിത്ത് സ്പെസിഫിക് സ്ട്രക്ചറൽ സൊല്യൂഷൻ. ഒരു സ്ട്രക്ചറൽ കോസ് കൊണ്ടാണ് മേസൺറിയിലെ ഫെയിലിയർ ഉണ്ടാകുന്നതെങ്കിൽ ആദ്യം തന്നെ ആ സ്ട്രക്ചറൽ ഫെയിലിയറിനുള്ള കാരണം അനലൈസ് ചെയ്ത് അതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കണം. പല കാരണങ്ങളെ കൊണ്ട് സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടാവാം. ഫൗണ്ടേഷൻ ഫെയിലിയർ ഉണ്ട്, സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടാവാം. ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ് കാരണം കൊണ്ട് സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടാവാം. ഓവർലോഡിങ് കാരണം കൊണ്ട് സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ടാവും. അപ്പോൾ എന്താണോ അതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചറൽ റീസൺ എന്ന് മനസ്സിലാക്കി അതിന് ഒരു പരിഹാരം കാണണം. രണ്ടാമത്തെ, സ്ട്രിക്ട്ലി ഫോളോ ബോണ്ട് ഇൻ മേസൺറി ഇൻ ഓർഡർ ടു അവോയ്ഡ് കണ്ടിന്യൂസ് വെർട്ടിക്കൽ ജോയിൻറ്റ്. വെർട്ടിക്കൽ ജോയിൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും നിശ്ചിതമായ ബോണ്ട് അനുസരിച്ച് നിർമ്മിക്കുന്നത്. ഇംഗ്ലീഷ് ബോണ്ടോ ഫ്ലെമിഷ് ബോണ്ടോ അതുപോലെ ഏതെങ്കിലും ഒരു ബോണ്ട് അനുസരിച്ച് നിർമ്മിക്കുന്നത്. റബിൾ മേസൺറി ആണെങ്കിൽ നമ്മൾ റാൻഡം റബിൾ അഡോപ്റ്റ് ചെയ്യും. അതുപോലെ കോഴ്സ് റബിൾ മേസൺറി അഡോപ്റ്റ് ചെയ്യും. ഹെവി സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അഷ്ലാർ മേസൺറി അഡോപ്റ്റ് ചെയ്യും. അപ്പോൾ വെർട്ടിക്കൽ ജോയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ബോണ്ട് പാറ്റേൺ കൃത്യമായി നമ്മൾ പാലിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് കീ സ്റ്റോൺ ഇൻ ആർ മേസൺറി. ബോണ്ടുകളിലെ താരതമ്യേന വീക്കായിട്ടുള്ളത് റാൻഡം റബിൾ മേസൺറിയാണ്. സാധാരണയായി റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളും അതുപോലെ 2 നില വരെയുള്ള കെട്ടിടങ്ങളുടെ എല്ലാം ഫൗണ്ടേഷൻ ആർ മേസൺറി ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ബോണ്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ ആ ആർ മേസൺറിയുടെ ഫുൾ വിഡ്ത്തിന് ഒരു കീ സ്റ്റോൺ പ്ലേസ് ചെയ്യും. ഫുൾ വിഡ്ത്ത് കവർ ചെയ്യാവുന്ന രീതിയിൽ ഒരു കീ സ്റ്റോൺ പ്ലേസ് ചെയ്യും. അത് ഒരു വ്യത്യസ്തമായ കളറിൽ നമ്മൾ ബേസ്മെൻറ്റിലാണെങ്കിൽ മാർക്ക് ചെയ്യണം. മഞ്ഞയോ അല്ലെങ്കിൽ ചുവപ്പോ നിറമുള്ള ഒരു പെയിൻറ് ഉപയോഗിച്ച് കീ സ്റ്റോൺ ഏതാണെന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു പതിവ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. അടുത്തൊരു പോയിന്റ്, കീപ് ദ പ്ലംബ് ആൻഡ് ലൈൻ ഓഫ് ദ മേസൺറി കൺസ്ട്രക്ഷൻ. ലൈൻ എന്ന് പറഞ്ഞാൽ ഈച്ച് കോഴ്സ് ഷുഡ് ബി ഹൊറിസോണ്ടലി ഇൻ ലൈൻ. ഓരോ കോഴ്സസും ഓരോ ലെയേഴ്സും ലൈനിലായിരിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ത്രെഡ് കെട്ടിയിട്ട് മേസൺറി കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അതുപോലെ ഓൾ മേസൺറി കൺസ്ട്രക്ഷൻ ഷുഡ് ബി ഇൻ കറക്റ്റ് പ്ലംബ്. വെർട്ടിക്കലായിട്ട് അത് പ്ലംബിനായിരിക്കണം. അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലംബ് ബോബ് ഉപയോഗിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദ റൂഫ് സ്ലാബ് ആൻഡ് മേസൺറി ഷുഡ് ബി സെപ്പറേറ്റഡ്. അത് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്നത്. റൂഫ് സ്ലാബും മേസൺറിയും കൂടിയിട്ട് മോണോലിത്തിക് ആയാൽ റൂഫ് സ്ലാബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മേസൺറിയിൽ ക്രാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തത്. മേസൺറി വാളിൻ്റെ ടോപ്പ് പ്ലാസ്റ്റർ ചെയ്ത് സ്മൂത്ത് ആക്കിയതിന് ശേഷം അവിടെ ക്രാഫ്റ്റ് പേപ്പർ പ്ലേസ് ചെയ്യും. ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ളൊരു പേപ്പറാണ്. അതിൻ്റെ ഒരു സൈഡിൽ ബിറ്റുമിനസ് കോട്ടിംഗ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ പ്ലേസ് ചെയ്യും. സോ ദാറ്റ് ദ മേസൺറി വാൾ ആൻഡ് RCC സ്ലാബ് ആർ സെപ്പറേറ്റഡ്. ദ സ്ലാബ് ഈസ് ഫ്രീലി പ്ലേസ്ഡ് ഓവർ ദ മേസൺറി വാൾ. അതൊരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് ആക്ട് ചെയ്യും. സ്ലാബിന് വാളിൻ്റെ മുകളിൽ ഫ്രീ ആയിട്ട് ഹൊറിസോണ്ടലായിട്ട് സ്ലൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നത് മൂലം ഹൊറിസോണ്ടൽ ത്രസ്റ്റ് വാളിൽ അനുഭവപ്പെടാതിരിക്കും. തന്മൂലം ഉണ്ടാകുന്ന ക്രാക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഈസ് ഷാൽ ബി റിലീവ്ഡ് ഓഫ് ടെൻസൈൽ സ്ട്രെസ്സസ്. ഒരിക്കലും ഒരു മേസൺറി സ്ട്രക്ചറിൽ ഒരു കാരണവശാലും ടെൻസൈൽ സ്ട്രെസ്സസ് അനുഭവപ്പെടാൻ പാടില്ല. കാരണം മേസൺറി സ്ട്രക്ചേഴ്സെല്ലാം പ്യൂർലി
കംപ്രസീവ് മെമ്പേഴ്സാണ്. അതുകൊണ്ട് ടെൻസൈൽ സ്ട്രെസ് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മൾ റിലീവ് ചെയ്യണം. ദെൻ പ്രൊവൈഡ് ഫ്രോഗ് ഇൻ ബ്രിക്ക് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് പ്രോപ്പർ ബോണ്ട് ബിറ്റ്വീൻ ലെയേഴ്സ്. ഫ്രോഗ് എന്ന് പറയുന്നത് ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ്ങിൽ 3ാം സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ബ്രിക്കിൻ്റെ ബെഡിൽ ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ്, ഒരു ഡിപ്രഷൻ കൊടുക്കുകയാണ്. അപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് തമ്മിൽ ഒരു മോട്ടോർ ബൈൻഡിങ് ലഭിക്കും. ഇത് ബ്രിക്ക് മേസൺറിക്ക് ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഒരു പരിധി വരെ റെസിസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്ട്രെങ്ത് ലഭിക്കും. അടുത്തത് മോട്ടോർ തിക്നെസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. മോട്ടോർ തിക്നെസ്സിനെ കുറിച്ച് IS കോഡിൽ പറയുന്നത് മിനിമം ഷുഡ് ബി 6 mm ആൻഡ് മാക്സിമം ഷുഡ് ബി 10 mm എന്നുള്ളതാണ്. അപ്പോൾ മോട്ടോർ തിക്നെസ് അതിനനുസരിച്ച് ക്രമീകരിക്കണം. അടുത്തത് ബ്രിക്ക്, ക്ലേ ബ്രിക്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഉപയോഗത്തിന് മുമ്പ് എഫ്ലോറസൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ ബ്രിക്കിൻ്റെ വാട്ടർ അബ്സോർപ്ഷനും കംപ്രസീവ് സ്ട്രെങ്ത്തും ടെസ്റ്റ് ചെയ്യണം. സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ബ്രിക്സിന് അല്ലെങ്കിൽ ബ്ലോക്സിന് മിനിമം 5 Nm/mm² ഉണ്ടായിരിക്കണം കംപ്രസീവ് സ്ട്രെങ്ത്ത്. അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിനോ അതുപോലെയുള്ള നോൺ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ബ്രിക്ക് മേസൺറിക്ക്, പാർട്ടീഷൻ വാള്, കോമ്പൗണ്ട് വാൾ അങ്ങനെയുള്ള നോൺ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ബ്രിക്ക് മേസൺറിക്കും ഏറ്റവും ചുരുങ്ങിയത് 3.5 Nm/mm² കംപ്രസീവ് സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ബിൽഡിംഗ് ബ്ലോക്ക് ഷുഡ് ബി ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ബിഫോർ യൂസ്. ബ്രിക്കായാലും കോൺക്രീറ്റ് ബ്ലോക്കായാലും വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് വേണം കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാനായിട്ട്, പ്രത്യേകിച്ച് ക്ലേ ബ്രിക്സ്. കാരണം മേസൺറിയിൽ ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്സ് മോട്ടാറിലുള്ള വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മോട്ടാറിലുള്ള വെള്ളം അബ്സോർബ് ചെയ്താലേ മോട്ടാർ സെറ്റാവുന്നതിന് പകരം ഡ്രൈ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും ക്ലേ ബ്രിക്സും അതുപോലെ കോൺക്രീറ്റ് ബ്ലോക്സും വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ SSD കണ്ടീഷനിൽ വേണം ഉപയോഗിക്കാനായിട്ട്. SSD എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിൽ വേണം ബിൽഡിംഗ് ബ്ലോക്സ് നിർമ്മാണത്തിന് ഉപയോഗിക്കാനായിട്ട്. നെക്സ്റ്റ്, ക്യൂറിംഗ് ഷുഡ് ബി ഡൺ ഇൻ ദ കേസ് ഓഫ് സിമെൻറ്റ് വർക്ക്. സിമെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഏത് നിർമ്മാണ പ്രവൃത്തിയായാലും അത് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്യണം. നെക്സ്റ്റ് ഈസ് പ്രൊവൈഡ് എക്സ്പാൻഷൻ ജോയിൻറ്റ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ലെങ്ത്ത് വളരെ കൂടുതലാണെങ്കിൽ ഒരു എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എക്സ്പാൻഷൻ കാരണം കൊണ്ടുണ്ടാകുന്ന ക്രാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ ഒരു കോമ്പൗണ്ട് വാളിലോ അതുപോലെ വളരെ ലെങ്ത്തിലുള്ള നിർമ്മിതികൾക്കാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരിക. അതുപോലെ ലെങ്ത് ഓഫ് ദ ബിൽഡിംഗ് വളരെ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് കോൺക്രീറ്റ് കോളത്തിൽ തന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ല ഒരു മേസൺറി സ്ട്രക്ചർ ആണെങ്കിൽ അതിനകത്തും എക്സ്പാൻഷൻ ജോയിൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് മേസൺറിയിലുള്ള ഡിഫക്ട്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ. ഡിഫക്ട്സ് ഇൻ വുഡൻ റൂഫ്. വുഡൻ റൂഫുകളെല്ലാം സാധാരണ സ്ലോപ്പ്ഡ് റൂഫുകളാണ്. അപ്പോൾ സ്ലോപ്പ്ഡ് റൂഫിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വുഡൻ റൂഫിൽ അനുഭവപ്പെടുന്നത്. അതിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർഫ്ലോയിങ് ഓഫ് ഗട്ടേഴ്സാണ്. ഗട്ടറുകൾ പ്രോപ്പറായിട്ട് സൈസ് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ മഴ വരുമ്പോൾ ഗട്ടർ ഓവർഫ്ലോ ചെയ്യുകയും തന്മൂലം റൂമിനകത്തേക്ക് മഴവെള്ളം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഇൻസഫിഷ്യൻറ്റ് സ്ലോപ്പാണ്. സാധാരണ ടൈൽ റൂഫിൽ സ്പാനിൻ്റെ 1/3 റൈസ് വരുന്ന രീതിയിലാണ് സ്ലോപ്പ് നൽകുന്നത്. അപ്പോൾ അത് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ വലിയ മഴകൾ വരുമ്പോൾ റെയിൻ വാട്ടർ ഡ്രെയിനേജ് വളരെ ബുദ്ധിമുട്ടാവുകയും ഈ MP ടൈൽസിൻ്റെ ജോയിൻസിൻ്റെ ഗ്യാപ്പിൽ കൂടെ മഴവെള്ളം ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് MP ടൈൽസ് ഉപയോഗിച്ചിട്ടുള്ള റൂഫാണെങ്കിൽ സ്പാനിൻ്റെ 1/3 റൈസ് വരുന്ന രീതിയിലാണ് സ്ലോപ്പ് നൽകുന്നത്. മറ്റൊന്ന് ടൈലോ അല്ലെങ്കിൽ ഷീറ്റോ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ക്ലേ ടൈൽസ്, MP ടൈൽസിനാണ് ഈ പ്രോബ്ലം ഉള്ളത്. വിൻഡിൻ്റെ വെലോസിറ്റി കാരണം കൊണ്ട് ടൈൽസ് ചിലപ്പോൾ ഡിസ്പ്ലേസ്ഡ് ആയി പോവും. അതല്ലെങ്കിൽ ടൈൽസ് ചിലത് ബ്രോക്കൺ ആയിരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ലീക്കേജസ് ഒരു പ്രോബ്ലമാണ്. ആദ്യം പറഞ്ഞ 3 കാരണങ്ങളും വാട്ടർ ലീക്കേജിനുള്ള റീസൺസ് ആണ്. നെക്സ്റ്റ് ഈസ് ഡീക്കേ ആൻഡ് വാർപ്പിംഗ് ഓഫ് റാഫ്റ്റർ ആൻഡ് റീപ്പർ. റാഫ്റ്ററും റീപ്പറും എല്ലാം സാധാരണയായിട്ട് വുഡൻ സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഡീക്കേ സംഭവിക്കും. അതുപോലെ വാർപ്പിംഗ്, ബെൻഡിങ് എന്നിവ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാലാന്തരത്തിൽ. അപ്പോൾ അതിന് ഉള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കണം. പീരിയോഡിക്കലായിട്ട് റൂഫ് റീതാച്ച് ചെയ്യും, ഓടെല്ലാം അഴിച്ചു മാറ്റി ഡാമേജസ് ആയിട്ടുള്ള വുഡൻ മെമ്പേഴ്സ് എല്ലാം റീപ്ലേസ് ചെയ്യും. മറ്റൊരു കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് ടെർമൈറ്റ് അറ്റാക്കാണ്. പ്രോപ്പറായിട്ട് ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വുഡൻ സ്ട്രക്ചേഴ്സിന് ടെർമൈറ്റ് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ചാൻസസ് ഓഫ് ഫയർ. വുഡൻ മെമ്പേഴ്സ് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. തീ പിടിക്കാനായിട്ട് വളരെ സാധ്യത കൂടുതലുള്ള മെറ്റീരിയലാണ് വുഡൻ മെമ്പേഴ്സ്. അപ്പോൾ വുഡൻ മെമ്പേഴ്സാണ് ഒരു സ്ലോപ്പിംഗ് റൂഫിന് ഉപയോഗിക്കുന്നതെങ്കിൽ ഫയർ വരുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സിന് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. നോട്ടർഡാം ചർച്ചിന് തീപിടുത്തം ഉണ്ടായിട്ട് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ
ഇംഗ്ലണ്ടിലെ വിൻസർ കാസിലിനും ഇതേപോലെ മുമ്പൊരിക്കൽ തീപിടുത്തമുണ്ടായിട്ട് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ ഓൾ വുഡൻ സ്ട്രക്ചേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു അറ്റാക്ക് ഫ്രം ഫയർ. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വുഡൻ മെമ്പേഴ്സിനെ, പ്രത്യേകിച്ച് വുഡൻ റൂഫിനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ റെമഡിയൽ മെഷേഴ്സുമാണ്. ആദ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂസ് വെൽ സീസൺ ഹാർഡ് വുഡ്. പലപ്പോഴും ഡീക്കേ വരുന്നത് സീസൺ വുഡ് അല്ലാത്തതുകൊണ്ടാണ്. വാർപ്പിങ്ങും ബെൻഡിങ്ങും എല്ലാം വരുന്നത് സീസൺ ചെയ്യാത്ത വുഡ് ആയതുകൊണ്ടാണ്. കഴിയുന്നതും ഹാർഡ് വുഡ് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ വുഡൻ മെമ്പേഴ്സിനുണ്ടാകുന്ന പല പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ ട്രീറ്റ് ദ വുഡ് വിത്ത് ആൻറ്റി ടെർമൈറ്റ് കോട്ടിംഗ്. ഏതെങ്കിലും ആൻറ്റി ടെർമൈറ്റ് മെറ്റീരിയൽ കൊണ്ട് ഒരു കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ ചതിൽ പിടിക്കുന്നതിനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. റൈസ് ഈസിക്കൽ ടു 1/3 സ്പാൻ. സ്പാനിൻ്റെ 1/3 റൈസ് നൽകുന്നത്. മിനിമം സ്ലോപ്പെങ്കിലും വേണം ഒരു സ്ലോപ്പിംഗ് റൂഫിന്. ടൈൽ റൂഫുകൾക്ക് സാധാരണയായി സ്പാനിൻ്റെ 1/3 റൈസ് വരുന്ന രീതിയിലാണ് സ്ലോപ്പ് നൽകുന്നത്. അതെങ്കിലും ഉണ്ടെങ്കിലേ ഈ ഗട്ടേഴ്സ് ഓവർഫ്ലോ ചെയ്യുന്നത്, ഓടിൻ്റെ ചാലുകൾ ഓവർഫ്ലോ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ കണ്ടക്ടിങ് എ പ്രീ മൺസൂൺ ചെക്കപ്പ്. ഈ ടൈൽ റൂഫിനും അതുപോലെ സ്ലോപ്പിംഗ് റൂഫിനെല്ലാം മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പായിട്ടൊരു ചെക്കപ്പ് നടത്തേണ്ടതാണ്. ഓടുകൾ ഏതെങ്കിലും സ്ഥാനം മാറിയിട്ടിരിക്കുന്നുണ്ടോ, അതുപോലെ ഗട്ടേഴ്സിലെല്ലാം ചപ്പ് ചവറുകളുണ്ടോ, ഇതെല്ലാം നോക്കി ഒരു പ്രീ മൺസൂൺ ചെക്കപ്പ് സ്ലോപ്പിംഗ് റൂഫിന് പ്രത്യേകം നടത്തേണ്ടതാണ്. ദ നെക്സ്റ്റ് ഈസ് പീരിയോഡിക്കൽ റീതാച്ചിങ് ആൻഡ് റീപ്ലേസിംഗ് ഡിക്കേഡ് മെമ്പേഴ്സ്. ഓടിട്ട കെട്ടിടങ്ങളെല്ലാം പീരിയോഡിക്കലായിട്ട് 10 വർഷമോ 15 വർഷമോ കൂടുമ്പോൾ ഓടെല്ലാം താഴെ ഇറക്കി ഡാമേജ് വന്നിട്ടുള്ള റീപ്പേഴ്സ് എല്ലാം റിപ്പയർ ചെയ്യും. അതുപോലെ റാഫ്റ്ററുകൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും. വീണ്ടും ഓടെല്ലാം മേഞ്ഞ് അതിൻ്റെ ഹിപ്പ് ടൈൽസ് എല്ലാം പ്ലേസ് ചെയ്ത് മോട്ടാർ ഉപയോഗിച്ചിട്ട്, സാധാരണയായിട്ട് ലൈം മോട്ടറാണ് ഉപയോഗിക്കുക, ഹിപ്പ് ടൈൽസ് എല്ലാം ലൈം മോട്ടറിൽ രണ്ടാമതും റീഫിക്സ് ചെയ്യും. നെക്സ്റ്റ് ഈസ് പ്രൊവൈഡ് ഇ ബോർഡ് ടു പ്രൊട്ടക്ട് ദി ഈവ് എൻഡ് ഓഫ് ദി റാഫ്റ്റർ. ഈവ് ബോർഡ് കൊടുക്കുന്നത് ഒരു കാഴ്ച ഭംഗി ലഭിക്കുന്നതിന് മാത്രമല്ല, റാഫ്റ്ററുകളുടെ ഈവ് എൻഡിലാണ് സാധാരണ ഡീക്കേ വരുന്നത്. മഴവെള്ളം നനഞ്ഞ് ഫംഗൽ അറ്റാക്ക് വന്ന് എല്ലാ റാഫ്റ്ററിൻ്റെയും ഈവ് എൻഡിലാണ് ഡാമേജ് വരുന്നത്. അപ്പോൾ ഒരു ഈവ് എൻഡിൽ വരുന്ന ഡിഫക്റ്റിന് വേണ്ടിയിട്ട് മൊത്തം റാഫ്റ്റർ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചുമര് വിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈവ് പോർഷനിലെ റാഫ്റ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈവ് ബോർഡ് നൽകുകയാണെങ്കിൽ നമുക്ക് ഈവ് ബോർഡ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാവും. റാഫ്റ്ററിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈവ് ബോർഡ് നൽകുന്നത് മൂലം കാഴ്ച ഭംഗി ലഭിക്കുകയും അതേസമയം റാഫ്റ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ഈസ് ടു പ്രിവെൻറ്റ് ദ റിസ്ക് ഓഫ് ഫയർ, അവോയ്ഡ് സിറ്റുവേഷൻസ് ഓഫ് ഫയർ. തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കുകയാണ് പ്രധാനമായി ചെയ്യേണ്ടത്. പലപ്പോഴും ഈ വുഡൻ മെമ്പേഴ്സിൻ്റെ മുകളിൽ കൂടെ ഇലക്ട്രിക് വയറിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കും. ഇത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തീ കത്തിക്കുന്ന അടുക്കള പോലെയുള്ള ഭാഗങ്ങളിൽ വുഡൻ റാഫ്റ്റേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് കൊടുക്കുകയും തീപിടുത്തം ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതലുകൾ എടുക്കുകയും വേണം. നെക്സ്റ്റ് ഈസ് കോട്ടിംഗ് ദ വുഡ് വിത്ത് എ റിട്ടാർഡിംഗ് മെറ്റീരിയൽ, ഫയർ റിട്ടാർഡിംഗ് മെറ്റീരിയൽ. ഓല കൊണ്ടുള്ള കെട്ടിടങ്ങൾ പണിയുമ്പോൾ സാധാരണ ചെയ്യുന്നൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഇത് മുക്കി വയ്ക്കും. തുരിശ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിനകത്ത് മുക്കി വയ്ക്കുകയാണെങ്കിൽ അതൊരു ഫയർ റിട്ടാർഡിംഗ് മെറ്റീരിയലാണ്. അതുപോലെ പല ഫയർ റിട്ടാർഡിംഗ് കെമിക്കൽസ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വുഡൻ സ്ട്രക്ചേഴ്സിനെ ഏതെങ്കിലും ഒരു ഫയർ റിട്ടാർഡിംഗ് മെറ്റീരിയൽ കൊണ്ട് കോട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ തീപിടുത്തം ഉണ്ടാകുന്നത് ഒരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ കവർ ചെയ്യുകയാണെങ്കിൽ തീപിടുത്തം അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വുഡൻ മെമ്പേഴ്സിന് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ അല്ലെങ്കിൽ ആസ്ബറ്റോസ് ലൈനിങ് കൊണ്ടോ കവർ ചെയ്യുകയാണെങ്കിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. നെക്സ്റ്റ് ഈസ് പ്രൊവൈഡിങ് ആൻ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ്. ആൻറ്റി ഫംഗലായിട്ടുള്ള കെമിക്കൽസ് ലഭ്യമാണ്. അതുപയോഗിച്ച് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫംഗൽ അറ്റാക്കിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കും. ദെൻ പ്രൊവൈഡ് ആൻ അഡീഷണൽ സാക്രിഫിഷ്യൽ സെക്ഷൻ ഫോർ ദ മെമ്പേഴ്സ്. ഇത് പുരാതന കാലം മുതലേ നമ്മൾ അനുവർത്തിക്കുന്ന ഒരു മാതൃകയാണ്. യഥാർത്ഥത്തിൽ ലോഡ് വഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൈസിനേക്കാളും ഒരു ഓവർ സൈസ് വുഡൻ മെമ്പേഴ്സിന് നൽകുക. ഇത് തീരെ എക്കണോമിക്കലല്ല. എന്നിരുന്നാലും വുഡൻ മെമ്പേഴ്സ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കേസുകളിൽ ഒരു സാക്രിഫിഷ്യൽ അഡീഷണൽ സെക്ഷൻ സ്ട്രക്ചറൽ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീപിടുത്തം ഉണ്ടായാൽ പോലും ഒരു പരിധിവരെ ഡാമേജസിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം വുഡ് എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണെങ്കിലും ഹൈലി ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഒരു തീപിടുത്തം ഉണ്ടായാൽ പോലും അതിൻ്റെ പുറംവശം കരിഞ്ഞു പോയാലും അതിന് ഉള്ളിലൊന്നും കേട് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു അഡീഷണൽ സെക്ഷൻ നൽകുകയാണെങ്കിൽ അത് സ്ട്രക്ചർ സേഫ് ആവുന്നതിന് സഹായകരമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു വുഡൻ മെമ്പേഴ്സിന് ഡ്യൂറബിലിറ്റി കൂട്ടാനായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇൻ ദിസ് സ്ലൈഡ് വി ആർ ഡിസ്കസിംഗ് ദ കോമൺ ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിംഗ്. വാട്ട് ആർ ദ കോമൺ കോസസ് ഫോർ ദി ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിംഗ്? ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്.
ഫസ്റ്റ് വൺ ഈസ് അൺഈവൺനെസ്. അൺഈവൺനെസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഈവൺ അല്ലാതിരിക്കുക. പ്ലാസ്റ്റേർഡ് സർഫസിന് ഒരു വേവ് ഫോമിങ് വരിക. അത് പ്രത്യേകിച്ച് രാത്രി സമയത്ത് ടോർച്ച് അടിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാം പ്ലാസ്റ്റേർഡ് സർഫസിലുള്ള അൺഈവൺനെസ്. അത് വർക്ക്മാൻഷിപ്പിൻ്റെ അപര്യാപ്തത മൂലം സംഭവിക്കുന്നൊരു കാര്യമാണ്. കൃത്യമായിട്ട് സ്ട്രൈറ്റ് എഡ്ജ് ഉപയോഗിച്ച് ലെവൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ ഈ അൺഈവൺനെസ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രാക്കിംഗ് ഇൻ പ്ലാസ്റ്ററിംഗ്, അതൊരു ഷ്രിങ്കേജ് ക്രാക്ക് കാരണമോ അല്ലെങ്കിൽ സർഫസ് വേണ്ട രീതിയിൽ വെറ്റ് ചെയ്യാതെ പ്ലാസ്റ്റർ ചെയ്താലോ ഇത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റർ ക്രാക്കിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് പ്ലാസ്റ്ററിങ്ങിലുള്ള കോമൺ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലിസ്റ്ററിങ്, എഫ്ലോറസൻസ്, സ്പാളിംഗ് ഓർ പീലിംഗ് എന്നിവയാണ്. പല കാരണങ്ങൾ കൊണ്ട് പ്ലാസ്റ്ററിങ് അടർന്നു പോരുന്നതാണ് ഇതെല്ലാം. ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിങ് അടർന്ന് പോരുകയാണ് ചെയ്യുന്നത്. എഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ക്ലോറൈഡിൻ്റെ എഫക്റ്റ് കാരണം കൊണ്ട് ബ്രിക്കിലുണ്ടായ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിച്ച സാൻഡിലുണ്ടായ ക്ലോറൈഡിൻ്റെ അംശം കാരണം കൊണ്ട് മേസൺറി സർഫസിലെ പ്ലാസ്റ്റർ ചെയ്ത സർഫസിലെ എഫ്ലോറസൻസ് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. സ്പാളിങ് സാധാരണ സംഭവിക്കുന്നത് സീലിംഗ് പ്ലാസ്റ്ററിങ്ങിലാണ്. സീലിംഗ് പ്ലാസ്റ്ററിങ്ങിനകത്ത് ഉപയോഗിക്കുമ്പോൾ കോൺക്രീറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് കൊറോഡ് ചെയ്യുകയാണെങ്കിൽ അത് കോൺക്രീറ്റിൻ്റെ കവറ് അല്ലെങ്കിൽ കവർ ക്രീറ്റ് അടർന്നു പോരുന്നതിനും അതിനോടൊപ്പം തന്നെ പ്ലാസ്റ്ററിങ് അടർന്ന് താഴെ വിടുന്നതിനും കാരണമായിരിക്കും. മറ്റൊന്ന് പീലിംഗ് ഓഫ് ദ പ്ലാസ്റ്ററിങ് വേണ്ട രീതിയിലുള്ള പ്രൊപ്പോർഷനിലല്ല ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ഒരു അബ്രേഷനോ റബ്ബിങ്ങോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് അടർന്നു പോരുന്നതിനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പാണ്. മുൻപറഞ്ഞ ഡിഫക്റ്റുകളെല്ലാം മെയിനായിട്ട് സംഭവിക്കുന്നത് ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പ് കാരണം കൊണ്ടാണ്. അപ്പം പ്ലാസ്റ്ററിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഡിഫക്റ്റീവ് വർക്ക്മാൻഷിപ്പ്. ദെൻ ഡ്രൈയിങ് ഷ്രിങ്കേജ് ഡ്യൂ ടു ഹോട്ട് ക്ലൈമറ്റ്. പ്ലാസ്റ്ററിങ് തുടർച്ചയായിട്ട് വെറ്റിങ്ങും ഡ്രൈയിങ്ങും വരികയാണെങ്കിൽ ഷ്രിങ്കേജ് ക്രാക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ വാട്ടർ ടാങ്കിൻ്റെ ഇൻസൈഡ് അത് ഓൾട്ടർനേറ്റ് ആയിട്ട് വെറ്റിങ്ങും ഡ്രൈയിങ് വരുന്ന സർഫസാണ്. ടാങ്ക് നിറയും, പിന്നെ ടാങ്ക് എം ടി ആവും. അതുകൊണ്ട് പ്ലാസ്റ്ററിങ് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് വരികയാണ്. ഇതുകൊണ്ടും ഒരു ഷ്രിങ്കേജ് സംഭവിക്കും. നെക്സ്റ്റ് കൊറോഷൻ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ RCC. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തു. സ്പാളിംഗ് ഓഫ് ദി കവർ ക്രീറ്റ് ആൻഡ് പ്ലാസ്റ്റർ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം. നെക്സ്റ്റ് ഈസ് ഹയർ കണ്ടൻറ്റ് ഓഫ് ദ സിൽറ്റ് ആൻഡ് ക്ലേ ഇൻ ദ സാൻഡ്. ഉപയോഗിച്ച മണലിനകത്ത് ഫൈൻ അഗ്രിഗേറ്റിനകത്ത് സിൽറ്റും ക്ലേയും കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും പ്ലാസ്റ്ററിൻ്റെ ബോണ്ട് സ്ട്രെങ്ത്തിനെ അത് ബാധിക്കും. ബൈൻഡിങ് പ്രോപ്പർട്ടി കുറവായിരിക്കും. ഇതും പ്ലാസ്റ്റർ പീൽ ചെയ്ത് പോകുന്നതിനോ അല്ലെങ്കിൽ അടർന്നു പോരുന്നതിനുള്ള ഒരു കാരണമാണ്. നെക്സ്റ്റ് ഈസ് ഇംപ്രോപ്പർ ക്യൂറിങ്. പ്ലാസ്റ്ററിങ് പലപ്പോഴും ക്യൂറിങ് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഇനമാണ്. വേണ്ട രീതിയിൽ ക്യൂറിങ് നടത്തിയതാണെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് നല്ല സ്ട്രെങ്ത് ലഭിക്കുന്നതാണ്. ഇതിനെല്ലാറ്റിനും പുറമേ ആവശ്യമായ പ്രൊപ്പോർഷനിലായിരിക്കണം പ്ലാസ്റ്ററിങ് നടത്തേണ്ടത്. ഓരോ ടൈപ്പ് വർക്ക് അനുസരിച്ച് ഉപയോഗമനുസരിച്ച് പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രൊപ്പോർഷൻ തീരുമാനിക്കേണ്ടതാണ്. വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിന് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. സാധാരണ 1:3 വരെയാണ് വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിന് നൽകുന്നത്. പ്ലാസ്റ്ററിങ്ങിന് നമ്മൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഡിഫറൻറ്റ് പ്രൊപ്പോർഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സീലിംഗ് പ്ലാസ്റ്ററിങ്ങിന് ഡിഫറൻറ്റ് പ്രൊപ്പോർഷനാണ് ഉപയോഗിക്കുന്നത്. റൂഫ് ടോപ്പിന് ഡിഫറൻറ്റ് പ്രൊപ്പോർഷനാണ് ഉപയോഗിക്കുന്നത്. ഓരോ വർക്കിനും അതിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള സിമെൻറ്റ് ഈസ് ടു സാൻഡ് പ്രൊപ്പോർഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. ഇതാണ് കോമൺ ഡിഫക്ട്സ് ഇൻ പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ്ങിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂസ് വാഷ്ഡ് സാൻഡ് ഓഫ് ഗ്രേഡിംഗ് സോൺ 3. സാധാരണയായി ഗ്രേഡിംഗ് സോൺ 3യിലുള്ള സാൻഡ് അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് ആണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ വാഷ്ഡ് സാൻഡ് ആയിരിക്കണം. സിൽറ്റും ക്ലേയും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് നിഷ്കർഷിക്കുന്നത്. ഇനി അത് നമ്മൾ ക്രഷ്ഡ് സ്റ്റോൺ സാൻഡ് ആണെങ്കിലും പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് ഡസ്റ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് എൻഷുവർ ക്വാളിറ്റി ഇൻ മേസൺറി ആൻഡ് കോൺക്രീറ്റ് വർക്ക്. കോൺക്രീറ്റിൻ്റെ മുകളിലോ മേസൺറിയുടെ മുകളിലാണ് സാധാരണ നമ്മൾ പ്ലാസ്റ്ററിങ് നടത്തുന്നത്. കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ മേസൺറിയുടെ അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ബേസ് സ്ട്രക്ചറിൽ ഡാമേജസ് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്ലാസ്റ്ററിങ്ങിനെയും ബാധിക്കും. അതുകൊണ്ട് എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് ദ പ്ലാസ്റ്റേർഡ് സർഫസ്. ആ മേസൺറി സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ഈസ് എൻഷുവർ ഗുഡ് വർക്ക്മാൻഷിപ്പ് ആൻഡ് പ്രോപ്പർ ക്യൂറിങ്. വർക്ക്മാൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസ്റ്ററിങ്ങിൽ. അതിന് പ്രോപ്പറായിട്ടുള്ള ടൂൾസ് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഏതൊക്കെയാണ് ടൂൾസ് വേണ്ടതെന്നുള്ളത് താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കില്ല് വേണ്ട ഒരു ജോലിയാണ് പ്ലാസ്റ്ററിങ്. അതും കൂടെ പ്രത്യേകം ഓർമ്മ വയ്ക്കണം. നെക്സ്റ്റ് ഈസ് പ്രിവെൻറ്റിംഗ് ഡാംനെസ് ഇൻഗ്രസ് ഇൻ മേസൺറി ഓർ കോൺക്രീറ്റ്. പല കാരണങ്ങളെ കൊണ്ട് മേസൺറിക്കകത്ത് ഡാമിനസ് ഉണ്ടായിരിക്കും. വെർട്ടിക്കലായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഡാമിനസ് ഉണ്ടാവും, താഴേന്ന് മുകളിലേക്കും അതുപോലെ പാരപ്പറ്റ് വാളിൽ നിന്ന് താഴേക്കും ഡാമിനസ് സ്പ്രെഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. ആൻഡ് ഓൾസോ ദർ വിൽ ബി ഹൊറിസോണ്ടൽ സ്പ്രെഡിങ് ഓഫ് ദി മോയ്സ്ചർ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ മോയ്സ്ചർ വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മോയ്സ്ചർ ഇൻക്രീസ് ചെയ്യുന്നത് മൂലം ഡാമിനസ് ഉണ്ടാവുകയും
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാമേജ് കാരണം കൊണ്ട് പ്ലാസ്റ്ററിങ്ങിന് ഡാമേജ് വരികയും ചെയ്യും. അതുകൊണ്ട് വി ഹാവ് ടു അറസ്റ്റ് ദ ബേസിക് റീസൺ ഫോർ ഡാമേജ്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ് ഫോർ പ്ലാസ്റ്ററിങ്. പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് ട്രവലാണ്, മറ്റൊന്ന് ഫ്ലോട്ടാണ്, മറ്റൊന്ന് സ്ട്രെയിറ്റ് എഡ്ജാണ്, പിന്നീട് ഉപയോഗിക്കുന്നത് പ്ലംബ് ബോബാണ്. ഇപ്പോൾ ട്രവൽ ഉപയോഗിക്കുന്നത് മോട്ടർ കോരിയെടുക്കുന്നതിനും അത് ഫോഴ്സിലെ മേസൺറി സ്ട്രക്ചറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രവൽ ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ അപ്ലൈ ചെയ്ത മോട്ടറിനെ പ്രസ് ചെയ്തിട്ട് മേസൺറിയോട് കൂടെ അത് സ്റ്റിക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. മോട്ടറിനെ പ്രസ് ചെയ്യുന്നത് ഫ്ലോട്ട് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ചിട്ടാണ് ഈവൺനെസ് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ ഈ 3 ടൂളും അതിൻ്റേതായ ഉപയോഗങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ച് ലെവൽ ചെയ്തതിന് ശേഷമാണ് വീണ്ടും ട്രവൽ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ട്രവൽ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ട്രവൽ മാർക്ക്, ട്രവലിൻ്റെ പാട് പ്ലാസ്റ്ററിങ് സർഫസിൽ ഒരിക്കലും വരാനായിട്ട് ഇടവരരുത്. അതിന് പ്രത്യേകതരം വീതി കൂടിയ ട്രവലാണ് സാധാരണ പ്ലാസ്റ്ററിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രവുമല്ല വെർട്ടിക്കാലിറ്റി പ്ലംബ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഈസ് കറക്റ്റ് ദ അൺഈവൺനെസ് ഇഫ് എനി. സ്ട്രെയിറ്റ് എഡ്ജ് വെച്ച് നോക്കി പിന്നീട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്രയും ഭാഗം വീണ്ടും റെക്ടിഫൈ ചെയ്യണം. അൺഈവൺനെസ് വളരെ പ്രോബ്ലം ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നെസ് യൂണിഫോം ആയിരിക്കണം. അതുപോലെ അൺഈവൺനെസ് ഉണ്ടാവരുത്, യൂണിഫോം ലെവലായിരിക്കണം. നെക്സ്റ്റ് ഈസ് പ്ലാസ്റ്ററിങ് സർഫസ് ഷാൽ ബി മെയ്ഡ് റഫ് ഇഫ് ഇറ്റ് ഈസ് ഹൈലി സ്മൂത്ത്. ഇത് വളരെയധികം സ്മൂത്ത് ആണെങ്കിൽ, പ്രത്യേകിച്ച് കോൺക്രീറ്റ് ബ്ലോക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ സർഫസ് വളരെ റഫായിരിക്കും. അതേസമയം വയർ കട്ട് ബ്രിക്ക് ഉപയോഗിക്കുമ്പോൾ സർഫസ് കുറേ കൂടി സ്മൂത്ത് ആയിരിക്കും. പ്രത്യേകിച്ച് കോൺക്രീറ്റ് സർഫസിലാണെങ്കിൽ, സീലിങ്ങിൽ സ്റ്റീൽ ഫോം വർക്ക് ഉപയോഗിച്ച സീലിങ്ങിലാണെങ്കിൽ സർഫസ് വളരെ സ്മൂത്ത് ആയിരിക്കും. ദെൻ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റിക്ക് ദ മോട്ടാർ ഓൺ ദ സർഫസ്. സർഫസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ മോട്ടാർ സർഫസിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ആ സർഫസ് റഫാക്കിയിട്ട് വേണം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്. വയർ ബ്രഷോ അല്ലെങ്കിൽ ചിസലോ ഉപയോഗിച്ച് ആ സർഫസിനെ റഫാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്ലാസ്റ്ററിങ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മേക്ക് ദ പ്ലാസ്റ്ററിങ് സർഫസ് വെറ്റ് ടു ദി സാച്ചുറേറ്റഡ് ഡ്രൈ കണ്ടീഷൻ. കാരണം മോട്ടാറിലുള്ള വെള്ളം മെയ്സൺറി സ്ട്രക്ചർ അബ്സോർബ് ചെയ്യരുത്. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടാർ സെറ്റ് ആവുന്നതിന് ആവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് ലഭിക്കാതെ വരികയും പകരം മോട്ടാർ ഡ്രൈ ആകുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻഷുർ ദാറ്റ് ദ മേസൺറി ഡസ് നോട്ട് അബ്സോർബ് വാട്ടർ ഫ്രം ദി മോർട്ടാർ. അതിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്ററിങ് സർഫസ് പ്ലാസ്റ്ററിങ്ങിന് മുൻപായി നനയ്ക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല സിമെൻറ്റ് മോട്ടർ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോഫിലിക് മെറ്റീരിയലാണ്, വാട്ടർ ലവിങ് മെറ്റീരിയലാണ്. ഒരു വെറ്റ് സർഫസിൽ മാത്രമേ ഒരു സിമെൻറ്റ് മോട്ടർ സ്റ്റിക്ക് ചെയ്യുള്ളൂ. വളരെ ഡ്രൈ ആയിട്ടുള്ള സർഫസിൽ ഒരിക്കലും ഒരു സിമെൻറ്റ് മോട്ടർ പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ സർഫസ് വേണ്ട രീതിയിൽ വെറ്റാക്കിയിട്ടുണ്ടായിരിക്കണം. ദെൻ അഡോപ്റ്റ് പ്രോപ്പർ പ്രൊപ്പോർഷൻ ആൻഡ് തിക്നെസ്. അത് മുൻപ് ഞാൻ വിവരിച്ചിരുന്നു. പ്രോപ്പർ പ്രൊപ്പോർഷൻ, ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ള പ്രൊപ്പോർഷൻ ഉണ്ട്. സാധാരണ 1:2, 1:3, 1:4, 1:5, 1:6 ഇതുവരെയുള്ള പ്രൊപ്പോർഷനാണ് പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്. അത് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ പ്രൊപ്പോർഷൻ ഉണ്ട്. 1:2, 1:3 സാധാരണ ഉപയോഗിക്കുന്നത് വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സിനാണ്. അതുപോലെ 1:4 സാധാരണ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ വാൾ പ്ലാസ്റ്ററിങ്ങിനാണ്. 1:5ഉം 1:6ഉം നമുക്ക് ഇൻറ്റേർണൽ വാൾ പ്ലാസ്റ്ററിങ്സിന് അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിലും ലീനായിട്ടുള്ളൊരു മിക്സ് പ്രൊപ്പോർഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോട്ടാറിൻ്റെ സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടിയെ ബാധിക്കും. സീലിംഗ് പ്ലാസ്റ്ററിങ്ങിന് പ്രത്യേകിച്ച് മോട്ടറിന് സ്ട്രെങ്ത് ആവശ്യമില്ലെങ്കിലും അതവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണമെങ്കിൽ 1:3 അല്ലെങ്കിൽ 1:4 പ്ലാസ്റ്റർ ചെയ്യണം. അതുപോലെ റൂഫ് ടോപ്പ് പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് വാട്ടർ ഇംപെർമിയബിൾ ആക്കാവുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് റൂഫ് ടോപ്പ് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴും മിനിമം 1:3 പ്രൊപ്പോർഷനിലെങ്കിലും പ്ലാസ്റ്റർ ചെയ്യണം. അപ്പോൾ അതുപോലെ ഓരോ വർക്കിന് ആവശ്യമുള്ള പ്രൊപ്പോർഷൻ അനുസരിച്ച് വേണം പ്ലാസ്റ്ററിങ്ങിൻ്റെ പ്രൊപ്പോർഷൻ തീരുമാനിക്കാനായിട്ട്. അതുപോലെ തിക്നെസ്, നോർമലി നമ്മൾ 10 to 12 mm ആണ് സിംഗിൾ കോട്ട് പ്ലാസ്റ്ററിങ്ങിന് അഡോപ്റ്റ് ചെയ്യുന്നത്. ചില കേസുകളിൽ 2 കോട്ട് പ്ലാസ്റ്ററിങ് നടത്തും. പ്രത്യേകിച്ച് വാട്ടർ റീറ്റൈനിങ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ 2 കോട്ടായിട്ടായിരിക്കും പ്ലാസ്റ്ററിങ് നടത്തുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ 18 mm തിക്നെസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു 10 mm 12 mm പ്ലാസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു 6 to 7 mm പ്ലാസ്റ്ററിങ് നടത്തുകയാണ് ചെയ്യുന്നത്. എക്സ്റേ എടുക്കുന്ന റൂമുകളിലെല്ലാം ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഇടയിലെ ഒരു ലെഡിൻ്റെ ഷീറ്റ് പ്ലേസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ ലെഡ് ഷീറ്റ് റഫൻ ചെയ്താൽ മാത്രമേ അതിന് മുകളിൽ പ്ലാസ്റ്ററിങ് സ്റ്റിക്ക് ചെയ്യുള്ളൂ. ദെൻ ഇഫ് അൺഈവൺനെസ് ഹാസ് ഓൾറെഡി ഒക്കേർഡ്, എന്താണ് റെമഡിയൽ മെഷർ? ഓൾറെഡി പ്ലാസ്റ്റേർഡ് സർഫസിന് അൺഈവൺനെസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വാൾ പുട്ടി ഉപയോഗിച്ച് ആ സർഫസിനെ ഈവൺ ആക്കുക എന്നുള്ളതാണ്. അതൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നിരുന്നാലും അൺഈവൺനെസ് വന്നു പോയാൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം വാൾ പുട്ടി ഉപയോഗിച്ച് അതിനെ സ്മൂത്ത് ആൻഡ് ഈവൺ ആക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന റെമഡിയൽ മെഷേഴ്സ്.
ഈ സ്ലൈഡിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫെക്ട്സ് ഇൻ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ്. പ്രധാനമായിട്ടും വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോമൺ ഡിഫെക്ട്സ് ഇൻ വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസ്. ഒന്ന് വാർപ്പിംഗ് ആണ്, മറ്റൊന്ന് സ്വെല്ലിംഗ് ആണ്, മറ്റൊന്ന് ഷ്രിങ്കേജ് ആണ്. പ്രോപ്പറായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വുഡ് പ്രോപ്പറായിട്ട് സീസൺ ചെയ്യാത്തതാണെങ്കിൽ ഈ ഡിഫെക്ട്സ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാർപ്പിംഗ് വരാം, വളഞ്ഞു പോകാം, സ്വെല്ല് ചെയ്യാം, അത് എക്സ്പാൻഡ് ചെയ്യാം, അതുപോലെ ഷ്രിങ്കിങ് സംഭവിക്കാം. ഇതെല്ലാം സംഭവിക്കുന്നത് വുഡിനകത്തുള്ള നാച്ചുറൽ മോയ്സ്ചർ കണ്ടന്റിന് വരുന്ന വേരിയേഷൻ കാരണം കൊണ്ടാണ്. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വുഡിനെ പ്രോപ്പറായിട്ട് നമ്മൾ സീസൺ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വുഡൻ മെമ്പേഴ്സിനെ പ്രോപ്പറായിട്ട് വാർണിഷിങ്ങോ അതല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ നടത്തിയിട്ടുണ്ടായിരിക്കണം. എക്സ്റ്റേണൽ വിൻഡോസിന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡോർസിന് സൺഷെയ്ഡിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ഡയറക്റ്റ് സൺ ആൻഡ് റെയിൻ വിൻഡോൻ്റെ അല്ലെങ്കിൽ ഡോറിന് മുകളിൽ ഏൽക്കുന്നതിന് കാരണമാണ്. ഇതും വാർപ്പിങ്ങും സ്വെല്ലിങ്ങും ഷ്രിങ്കേജും സംഭവിക്കുന്നതിന് ഒരു കാരണമാണ്. നെക്സ്റ്റ് ഈസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഓപ്പറേറ്റിംഗ് ദ പാനൽ ആൻഡ് ദ ഫിറ്റ്മെൻറ്റ്. ഹിഞ്ചസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, അതുപോലെ അതിൻ്റെ ഫിറ്റിങ്സ്, അതായത് ഹുക്ക് ആൻഡ് ഐ, കുറ്റിയും കൊളുത്തും, അതല്ലെങ്കിൽ വിൻഡോൻ്റെ ലാച്ച്, ഡോറിൻ്റെ ലോക്ക്, ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. ഇത് മെയിനായിട്ട് വരുന്നത് വിൻഡോ പാനലിൻ്റെ അല്ലെങ്കിൽ ഡോർ പാനലിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നതുകൊണ്ടാണ്. വെയിറ്റ് കൂടിയിട്ടുള്ള വിൻഡോ പാനൽ അല്ലെങ്കിൽ ഡോർ പാനലാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഹിഞ്ചസ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ലോവർ ചെയ്യുന്നുള്ള സാധ്യതയുണ്ട്. തന്മൂലം ഫിറ്റ്മെൻറ്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരും. മറ്റൊരു കോമൺ ഡിഫെക്റ്റ് എന്ന് പറയുന്നത് നോട്ടാണ്. നോട്ട് എന്ന് പറഞ്ഞാൽ ഡിഫെക്ട്സ് ഇൻ ടിമ്പറിൽ 3rd സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. വുഡൻ സ്കാൻഡലിങ്ങിൽ കാണുന്നതാണ് നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു വുഡിൻ്റെ ഡിഫെക്റ്റ്. ടിമ്പർ ലൈവ് വുഡായിരുന്ന സമയത്ത് അതിൻ്റെ ബ്രാഞ്ചസ് ഉണങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വെട്ടിമാറ്റപ്പെടുകയോ ചെയ്തപ്പോൾ ടിമ്പറിൽ അവശേഷിച്ച ആ ബ്രാഞ്ചിൻ്റെ ഭാഗത്തെയാണ് നോട്ട് എന്ന് വിളിക്കുന്നത്. ഇത് പലപ്പോഴും ടിമ്പറിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതിന് കാരണമാകുന്നു. നെക്സ്റ്റ് ഈസ് വുഡൻ ഗ്ലാസ് പ്ലെയിൻസ്. സാധാരണ വിൻഡോസിന് ഗ്ലാസ് പ്ലെയിൻസ് ഉണ്ടായിരിക്കും. ആ ഗ്ലാസ് പ്ലെയിൻസ് പലപ്പോഴും പൊട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ കൂടെ നമുക്ക് മഴയും കാറ്റുമൊക്കെ അടിക്കുന്നുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈസ് ബ്ലിസ്റ്ററിങ് ഓഫ് പെയിൻസ്. പെയിൻറ്റ് ബേസിൽ നിന്ന് അടർന്നു പോരുന്നതിനെയാണ് ബ്ലിസ്റ്ററിങ് എന്ന് വിളിക്കുന്നതിന്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇംപ്രോപ്പർ സീസണിങ് ഓഫ് ദ വുഡ്, മറ്റൊന്ന് ഇംപ്രോപ്പർ യൂസേജ് ഓഫ് ദി പ്രൈമിംഗ് കോട്ട്, മറ്റൊന്ന് പുവർ ക്വാളിറ്റി ഓഫ് ദ പെയിൻറ്റ്, മറ്റൊന്ന് ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഇപ്പോൾ വെയിലടിക്കുന്ന ഒരു ജനലയാണെങ്കിൽ അല്ലെങ്കിൽ വാതിലാണെങ്കിൽ പെയിൻറ്റ് ഇളകിപ്പോരുന്നുള്ള സാധ്യത വളരെ കൂടുതലൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് സാധാരണ ഡോർസ് ആൻഡ് വിൻഡോസിൽ കണ്ടുവരുന്ന ഡിഫെക്ട്സ്. നമ്മൾ സാധാരണ ഈ ഡിഫെക്ട്സ് എല്ലാം പീരിയോഡിക്കലായിട്ട് ആനുവൽ മെയിൻ്റനൻസിൽ റെക്ടിഫൈ ചെയ്യുന്നതാണ്. വുഡൻ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ ഡിഫെക്ട്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് എന്താണെന്നാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഈസ് വാർപ്പിംഗ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ് വെൽ സീസൺ വുഡ്. വേണ്ട രീതിയിൽ സീസൺ ചെയ്തിട്ടുള്ള ഹാർഡ് വുഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വാർപ്പിംഗ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ദെൻ കറക്റ്റിംഗ് ദ ഫിറ്റ്മെൻറ്റ്, ദറ്റ് ഈസ് നോൺ ആസ് ഈസിങ് ഓഫ് ദ ഡോർസ് ആൻഡ് വിൻഡോസ്. ജനല കുറ്റി ശരിക്കും ഇടാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ ഹിഞ്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, ഇത്തരം ഡിഫക്റ്റുകളെ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് ഈസിങ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഒരു റൂട്ടീൻ പ്രൊസീജിയറായിട്ട് എല്ലാ പീരിയോഡിക്കൽ മെയിൻ്റനൻസിലും നമ്മൾ ചെയ്യുന്നതാണ്. പീരിയോഡിക്കൽ മെയിൻ്റനൻസിനെയാണ് PCR വർക്ക് എന്ന് വിളിക്കുന്നത്, പെറ്റി കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ വർക്ക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിലെ PCR വർക്ക് നടത്തുമ്പോൾ ബ്രോക്കൺ ഗ്ലാസ് പ്ലെയിൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ഹോൾസ്, അൺഈവൺനെസ്, നോട്ട്, നെയിൽ മാർക്ക്, ഇത്തരം സർഫസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു ഡോറിലോ അല്ലെങ്കിൽ വിൻഡോയിലോ. അപ്പോൾ ഇത്തരം ഹോൾസ്, അൺഈവൺനെസ്, അതുപോലെ നെയിൽ മാർക്ക് എന്നിവയെല്ലാം വുഡൻ പുട്ടിയുണ്ട്. ആ വുഡൻ പുട്ടി അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന സ്റ്റോപ്പർ എന്നാണ്. വുഡൻ പുട്ടി അഥവാ സ്റ്റോപ്പർ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് സർഫസിനെ ഈവണാക്കിയതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൈമിംഗ് കോട്ട് നടത്തണം. പ്രൈമിംഗ് കോട്ട് നടത്തിയതിന് ശേഷം അതിന് അനുയോജ്യമായിട്ടുള്ള ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ച് തന്നെ പെയിൻറ്റ് ചെയ്യണം. സോ പെയിൻറ്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് വുഡൻ മെമ്പേഴ്സ് ആർ കൺസേൺ. ഇനി അതല്ല പോളിഷ് ചെയ്യുകയാണെങ്കിൽ അതും പ്രത്യേകമായിട്ടുള്ള വുഡൻ പോളിഷ് അതിനു വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ വുഡൻ മെമ്പേഴ്സിൻ്റെ ഡാമേജസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പെയിൻറ്റിങ്ങിൽ കാണുന്ന കോമൺ ഡിഫെക്ട്സ് ആണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ കോമൺ ഡിഫെക്ട്സ് നോട്ടീസ്ഡ് ഇൻ പെയിൻറ്റിംഗ് വർക്ക്? ഫസ്റ്റ് തിങ് ഈസ് ബ്ലിസ്റ്ററിങ്, പീലിംഗ് ആൻഡ് ഫെയ്ഡിങ് ഓഫ് പെയിൻറ്റ്സ്. ബ്ലിസ്റ്ററിങ്, പീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ അത് ഇളകിപ്പോരുക. പീലിംഗ് എന്ന് പറഞ്ഞാൽ ലെയറായിട്ട് മൊത്തമായിട്ട് ഇളകിപ്പോരുന്നതിനാണ് പീലിംഗ് എന്ന് വിളിക്കുന്നത്. ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നൊരു ഡിഫക്റ്റാണ് ബ്ലിസ്റ്ററിങ് എന്ന് വിളിക്കുന്നത്. ഫെയ്ഡിങ് സാധാരണയായി എല്ലാ പെയിൻറ്റിനും സംഭവിക്കുന്നതായിരുന്നു. പെയിൻറ്റിന് ഫെയ്ഡിങ് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിലൊരു ഓക്സൈഡ് കോട്ടിങ് വരുന്നതാണ്. സത്യത്തിൽ ഓക്സൈഡ് കോട്ടിങ് വരുമ്പോൾ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. പക്ഷേ എന്നിരുന്നാലും പെയിൻറ്റിൻ്റെ നിറം മങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഒരു ഡിഫക്റ്റ്. പെയിൻറ്റിങ് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് മാത്രമല്ല, അതൊരു അപ്പിയറൻസിന് വേണ്ടി കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ
ബ്ലീച്ച് ഉപയോഗിച്ച് ഇടയ്ക്കൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീച്ച് അടങ്ങിയിട്ടുള്ള പേപ്പർ നമുക്ക് ലഭിക്കും. ബ്ലീച്ച് ഉപയോഗിച്ച് റബ്ബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചൊന്ന് വാഷ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓക്സൈഡ് കോട്ടിംഗ് റിമൂവ് ചെയ്യും. പെയിൻറ്റിന് വീണ്ടും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഈസ് ബാഡ് സർഫസ് പ്രിപ്പറേഷൻ. ഏത് സർഫസിലാണോ പെയിൻറ്റിങ് അപ്ലൈ ചെയ്യുന്നത് ആ സർഫസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓയിലി ആൻഡ് ഗ്രീസി മെറ്റീരിയൽ. അതുപോലെ മറ്റ് ഓർഗാനിക് മെറ്റീരിയൽസിൻ്റെ ഒരു കോട്ടിങ് ആ സർഫസിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് പെയിൻറ്റിങ് വർക്കിൽ സർഫസ് പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് പ്രോപ്പറായിട്ട് റബ്ബ് ചെയ്ത് ലൂസായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്യണം. അതിനുശേഷം വേണം പ്രൈമിംഗ് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന്. അതിന് മുകളിലായിരിക്കണം പ്രോപ്പറായിട്ട് ഇനാമൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അനദർ കോസ് ഈസ് ഡയറക്റ്റ് എക്സ്പോഷർ ടു സൺ ആൻഡ് റെയിൻ. പ്രോപ്പറായിട്ടുള്ള സൺഷെയ്ഡോ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസോ ഇല്ലെങ്കിൽ മഴ നേരിട്ട് ജനലിലും വാതിലും അടിക്കുന്നതിന് ഇടയാകും. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഡോർസ് ആൻഡ് വിൻഡോസിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതിന് കാരണമാണ്. ഇത് പെയിൻറ്റിനെയും കൂടി ഡാമേജ് ചെയ്യും. നെക്സ്റ്റ് ഈസ് പുവർ ക്വാളിറ്റി ഓഫ് ദ പെയിൻറ്റ്. സാധാരണ വുഡൻ മെമ്പേഴ്സിന് ഇനാമൽ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ആ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണെങ്കിൽ പെയിൻറ്റ് പീൽ ചെയ്ത് പോരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ഡിഫക്ട്സ് ഇൻ ബാക്ക്ഗ്രൗണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡിഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ഫ്ലോറസൻസോ അതല്ലെങ്കിൽ ലൂസ് മെറ്റീരിയലോ ഉണ്ടെങ്കിൽ ആ സർഫസിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പെയിൻറ്റോട് കൂടെ പൊളിഞ്ഞു പോരുന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പ്രസൻസ് ഓഫ് ഓയിൽ ആൻഡ് ഗ്രീസ്, ഡാംപ്നെസ് എക്സെട്ര എക്സെട്ര. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രീസി ഓയിലി സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് പെയിൻറ്റ് സ്റ്റിക്ക് ചെയ്യുന്നതിന് പ്രോബ്ലം ആവും. അതുപോലെ വെറ്റ് സർഫസിലാണെങ്കിൽ അവിടെ ഇനാമൽ പെയിൻറ്റ് നമുക്ക് അടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വുഡൻ മെമ്പേഴ്സിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് ഇംപ്രോപ്പർ സീസണിങ്. സ്റ്റീൽ മെമ്പേഴ്സിലുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് റസ്റ്റിംഗ്. അപ്പോൾ ഇത്തരം അതിൻ്റെ ബേസ് സർഫസിലുണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയെ കാര്യമായിട്ട് ബാധിക്കും. ഇതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പ്രസൻറ്റേഷനിലെ ലാസ്റ്റ് സ്ലൈഡാണിത്. പ്രിവെൻറ്റീവ് ആൻഡ് റിമഡിയൽ മെഷേഴ്സ് ഫോർ ദി ഡിഫക്ട്സ് ഇൻ പെയിൻറ്റിങ്. പെയിൻറ്റിങ്ങിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിഫക്ട്സിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സർഫസ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സർഫസ് ക്ലീനിങ്. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡൺ വിത്ത് സാൻഡ് പേപ്പർ, വാട്ടർ പേപ്പർ, എമിനി പേപ്പർ, ഓർ ഇൻ സർട്ടൻ കേസസ് വി വിൽ യൂസ് ബ്ലോ ലാമ്പ്. ബ്ലോ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം പുറത്തേക്ക് വരുന്ന ഒരു ലാമ്പിനെയാണ് ബ്ലോ ലാമ്പ് എന്ന് വിളിക്കുന്നത്. ഇത് സ്റ്റീൽ മെമ്പേഴ്സിന് മാത്രമേ നമ്മൾ ബ്ലോ ലാമ്പ് ഉപയോഗിക്കാറുള്ളൂ. ബ്ലോ ലാമ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ പെയിൻറ്റിനെ ബേൺ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഷിപ്പിൻ്റെ എക്സ്റ്റീരിയർ സർഫസ് അതുപോലെയുള്ള സർഫസുകളിൽ അഡാപ്റ്റ് ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗമാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ വിട്ടുള്ള ഒരു സ്റ്റീൽ സർഫസ് ആണെങ്കിൽ നമുക്കവിടെ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഉപയോഗിക്കാം. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷാർപ്പ് കോർണേഴ്സ് ഉള്ള സാൻഡിനെ കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ഹൈ വെലോസിറ്റിയിൽ ഈ സർഫസിൽ ഹിറ്റ് ചെയ്യാണ്. അങ്ങനെ ഹിറ്റ് ചെയ്യുന്നത് മൂലം അവിടെയുള്ള സ്കെയിൽസ് തുരുമ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ അടർന്നു നിൽക്കുന്ന പെയിൻറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പോൾ ഈ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സർഫസിനെ ക്ലീൻ ചെയ്യാം. സാധാരണ വുഡൻ സർഫസിന് സാൻഡ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ പേപ്പർ ഉപയോഗിക്കുന്നത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് സർഫസ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിക്കുന്ന വെഹിക്കിൾസിൻ്റെയൊക്കെ പെയിൻറ്റിങ് നടത്തുമ്പോൾ ആദ്യം പുട്ടിയിട്ടതിന് ശേഷം വാട്ടർ പേപ്പർ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് അതിനെ റബ്ബ് ചെയ്ത് സ്മൂത്താക്കും. പിന്നീട് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ പെയിൻറ്റിങ് അപ്ലൈ ചെയ്യുന്നത്. എമിനി പേപ്പർ ഉപയോഗിക്കുന്നത് സാധാരണ സ്റ്റീൽ മെമ്പേഴ്സിനെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്ലോ ലാമ്പും സാൻഡ് ബ്ലാസ്റ്റിങ്ങും സാധാരണ അഡോപ്റ്റ് ചെയ്യുന്നത് സ്റ്റീൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈസ് ദ സർഫസ് ഷുഡ് ബി മെയ്ഡ് ഡ്രൈ ആൻഡ് ദ അൺഈവൺനെസ് ഷുഡ് ബി ക്ലിയർഡ് വിത്ത് സ്റ്റോപ്പർ ഓർ പുട്ടി. സർഫസിനെ വളരെ സ്മൂത്തായിട്ടും ഡ്രൈ ആയിട്ടും കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഡ്രൈ ആയ സർഫസിൽ മാത്രമേ ഇനാമൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സിമെൻറ്റ് പെയിൻറ്റ് അടിക്കുമ്പോൾ മാത്രമേ സർഫസ് വെറ്റാക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള സാധാരണ ഏത് ടൈപ്പ് പെയിൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും സർഫസ് ഡ്രൈ ആയിരിക്കണം. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റ്സ് ആണ് അടിക്കുന്നതെങ്കിൽ സർഫസ് വെറ്റായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റുകൾ അടിക്കുകയാണെങ്കിൽ സർഫസ് ഷുഡ് ബി മെയ്ഡ് ഡ്രൈ. അതുപോലെ സർഫസ് ഷുഡ് ബി മെയ്ഡ് ഈവൺ. നെക്സ്റ്റ് പ്രോബ്ലം, അതായത് ഫേഡിങ് ഓഫ് ദ പെയിൻറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ റിമൂവിങ് ദ ഓക്സൈഡ് കോട്ടിംഗ്. ഞാൻ നേരത്തെ സ്ലൈഡിൽ സൂചിപ്പിച്ചു. ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ ബ്ലീച്ചോ ഉപയോഗിച്ച് സർഫസിനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഓക്സൈഡ് കോട്ടിംഗ് റിമൂവ് ചെയ്യും. പക്ഷേ അത് പെയിൻറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയെ ബാധിക്കും. പക്ഷേ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു ന്യൂലി പെയിൻറ്റഡ് സർഫസ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ പോളിഷിംഗ് ഓർ വാക്സിംഗ് വിത്ത് ബ്ലീച്ച് ഓർ ഹൈഡ്രജൻ പെറോക്സൈഡ്. ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്ട്രോക്ക് ഷുഡ് ബി ഡൺ വിത്ത് ദി ബ്രഷ്. ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ബ്രഷ് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ബ്രഷ് മാർക്ക്
പെയിൻറ്റഡ് സർഫസിലേക്ക് കാണുന്നതിന് ഇടയാകരുത്. വളരെയധികം സ്കില്ല് വേണ്ട ഒരു ജോലിയാണ് പെയിൻറ്റിങ്. ബ്രഷ് മാർക്ക് കാണാത്ത രീതിയിൽ വേണം പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ റോളർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ ഓരോ റോളറിൻ്റെ പാസും തമ്മിലുള്ള ജോയിൻറ്റ് കാണാത്ത രീതിയിൽ അത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ റോളർ ഓരോ പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ പാത്തും അടുത്ത റോളറിൻ്റെ പാത്തും തമ്മിൽ പ്രോപ്പറായിട്ട് ജോയിൻറ്റ് നമുക്ക് എടുത്ത് കാണിക്കും. അതുകൊണ്ട് റോളർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുമ്പോഴും റോളറിൻ്റെ ഓരോ പാസും തമ്മിലുള്ള ജോയിൻറ്റ് പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം പെയിൻറ്റ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു പെയിൻറ്റിങ് വർക്കിൽ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഞാൻ രചിച്ചിട്ടുള്ള പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ പ്രസൻറ്റേഷൻ നടത്തിയിരിക്കുന്നത്. ഈ പുസ്തകം ഡിപ്ലോമ സിലബസിനെ അനുസരിച്ചാണ് പൂർണ്ണമായും തയ്യാറാക്കിയിരിക്കുന്നത്. സിലബസിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഈ പ്രസൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റേഷനിൽ പറഞ്ഞ കോമൺ ഡിഫക്ട്സും അതിന് ഓരോ ഡിഫക്റ്റിനുമുള്ള റെമഡിയൽ മെഷേഴ്സും അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഷേഴ്സും വ്യക്തമായി മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച്.